ഹലോ വെൽക്കം ടു ദാലി കിച്ചൺ. ഇന്ന് നമ്മൾ പഴവും ബ്രെഡും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിലും ഇപ്പോൾ കൊറോണ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവകുപ്പ് തരുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വൈറസിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഇപ്പോൾ എല്ലാവരും പബ്ലിക് കോണ്ടാക്ട്സ് കുറയ്ക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ട് ഇരിക്കുക. അതുപോലെ തുമ്മുമ്പൊക്കെ ഒരു തൂവാല ഉപയോഗിച്ചിട്ട് മൂക്കും വായൊക്കെ കവർ ചെയ്യുക. പിന്നെ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക. പുറത്തൊക്കെ പോയിട്ട് വരാണെങ്കിൽ മസ്റ്റായിട്ട് വീട്ടിൽ കയറുന്നതിന് മുന്നേ കൈയും കാലും ഒക്കെ സോപ്പിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിക്കിലേക്ക് ഇറങ്ങുക. അപ്പോൾ എല്ലാവരും കൂടി മനസ്സ് വെച്ച് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈറസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നെയ്യ് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പഴം, നന്നായിട്ട് പഴുത്ത പഴമാണ്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പഴം നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാകും, കാരണം നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇതിന് വേണ്ടി പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിൽ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരം പോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു പഴത്തിൻ്റെയും തേങ്ങൻ്റെയും കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 3 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുട്ടയ്ക്ക് 1 ബ്രെഡ്, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചിട്ട് താഴത്തേക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റാണ് നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോള നല്ല ഡ്രൈ ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഞാനൊരു തവയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗം ഒരു 5 മിനിറ്റ് വേണ്ട, ഒന്ന് ഒരു കളർ മാറി കിട്ടിയാൽ മതി. നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്യും കിസ്മിസും ഒക്കെ വറുത്തിട്ട് ആഡ് ചെയ്യാം. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്